ശരി, ഡോക്ടർ കെ ജയപ്രസാദ്, അതായത് ഈ യുദ്ധത്തിൻ്റെ ബാക്കിപത്രമാണല്ലോ നമ്മൾ പറഞ്ഞു വരുന്നത്. ഭീകരർ വന്ന് ഭാരതീയരായ 26 പേരെ, 25 ഒരാൾ നേപ്പാൾ, 25 പേരെ കൊല്ലുന്നു. അതും പോയിന്റ് ബ്ലാങ്കിൽ നിർത്തി തലച്ചോറ് ചിതറിക്കുന്നു. മറുപടിയായി നമ്മൾ അവരുടെ ഭീകരതാവളങ്ങളിൽ കയറി അടിക്കുന്നു, തകർക്കുന്നു. അതിനുശേഷം ഈ ഭീകരരുടെ മരണാനന്തര ചടങ്ങുകളിൽ അവിടുത്തെ മതനേതാക്കൾ, സർക്കാരിൻ്റെ പ്രതിനിധികൾ, സൈന്യത്തിൻ്റെ ഭാഗമായവരൊക്കെ വന്ന് നിൽക്കുകയാണ്. കണ്ണു നിറഞ്ഞു നിൽപ്പാണ്. മാത്രമല്ല, അവരുടെ സേനാ മേധാവി ഇടയ്ക്കിടെ ഭീകരരുടെ താവളങ്ങളിൽ പോയി കൈകൊടുക്കുന്ന ആളാണ്. അങ്ങനെ ഈ യുദ്ധത്തിൻ്റെ ബാക്കി പത്രമായി മറ്റൊന്നുകൂടി ഭാരതം തെളിയിച്ചില്ലേ? പാകിസ്ഥാൻ എപ്പോഴും ഭീകരതയ്ക്കൊപ്പമാണ് എന്ന് തെളിയിക്കാൻ കൂടി ഭാരതത്തിനായില്ലേ? തീർച്ചയായിട്ടും രണ്ട് തരത്തിൽ ഇതിനെ കാണണം. ഒന്ന്, നമ്മുടെ ആഭ്യന്തരമായ നമ്മുടെ രാഷ്ട്രബോധത്തിലുണ്ടായ മാറ്റം, ആത്മവിശ്വാസം. കാരണം ഇന്ത്യയിൽ ജനങ്ങളാരും ഭീതി ഉണ്ടാകുന്ന സാഹചര്യം ഉണ്ടായില്ല. നരേന്ദ്രമോദി സർക്കാരിൻ്റെ കീഴിൽ സുരക്ഷിതമാണ് തങ്ങൾ എന്നൊരു ബോധം ഇന്ത്യയിലുണ്ടായി. അതൊരു ഭാഗത്ത്. മറ്റൊന്ന്, പാകിസ്ഥാനെ പാഠം പഠിപ്പിക്കാനുള്ള ശ്രമം, അത് നമ്മളാരും എക്സ്പെക്റ്റ് ചെയ്യാത്ത തരത്തിൽ സേനയ്ക്ക് പൂർണ്ണ സ്വാതന്ത്ര്യം നൽകിക്കൊണ്ട് പാകിസ്ഥാൻ്റെ എല്ലാ സ്ഥലങ്ങളിലേക്കും ഭാരതത്തിന് കടന്നു കയറാൻ കഴിയുമെന്ന് സ്ഥാപിച്ചു കഴിഞ്ഞു. ഇനി നമുക്ക് ഏതാനും ദിവസങ്ങൾ മതി പാകിസ്ഥാൻ ഇവിടെ സൂചിപ്പിച്ചതുപോലെ നമ്മുടെ 90% എനർജിയും നമ്മൾ ഉപയോഗിച്ചിട്ടില്ല. അങ്ങനെയാണെങ്കിൽ ഒരു യുദ്ധസമാനമായ സാഹചര്യമുണ്ടായാൽ പാകിസ്ഥാനെ ഒരു തരത്തിലും മുന്നോട്ട് പോകാൻ കഴിയാതെ വരും. അതുകൊണ്ട് തന്നെ പാകിസ്ഥാൻ ഒരിക്കലും ഒരു യുദ്ധത്തിന് തയ്യാറാവില്ല. അവരെല്ലാ കാലഘട്ടത്തിലും ലോ ഇൻറ്റൻസിറ്റി വാർ തന്നെയാണ് അവരുടെ ലക്ഷ്യം. ഇവിടെ അവർക്ക് പിഴച്ചു പോയത് പ്രധാനമായിട്ട് ഭാരത നേതൃത്വത്തിലുണ്ടായ മാറ്റമാണ്. 2014 നരേന്ദ്രമോദി സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷം നമ്മുടെ ഡിഫൻസ് രംഗം നമുക്കറിയാം. ഇന്ത്യ കണ്ട ഏറ്റവും ദുർബലനായ ഒരു ഡിഫൻസ് മിനിസ്റ്റർ 10 വർഷത്തോളം AK ആൻ്റണി. നമ്മുടെ സേനയ്ക്ക് ആവശ്യമായ ആധുനികവൽക്കരണം ഒന്നും നടത്താതെ 10 വർഷം നമ്മളെ ഒരർത്ഥത്തിൽ അത്രയധികം നമ്മൾ പിന്നോട്ട് പോയ ഒരു സാഹചര്യത്തിലാണ് നരേന്ദ്രമോദി സർക്കാർ അധികാരത്തിൽ വന്നത്. അപ്പോൾ നരേന്ദ്രമോദി സർക്കാർ ആദ്യം വന്നിട്ട് നമ്മുടെ പാകിസ്ഥാൻ്റെ മുന്നിൽ വളരെയധികം ഫ്രണ്ട്ഷിപ്പിൻ്റെ കരങ്ങളാണ് നീട്ടിയത്. പക്ഷേ അദ്ദേഹത്തിന് തന്നെ പിന്നീട് അവിടെ ലക്ഷ്മണരേഖയെ കുറിച്ച് ഓർമ്മിക്കേണ്ടി വന്നു. മാത്രമല്ല, നമ്മൾ 16 സർജിക്കൽ സ്ട്രൈക്ക് നടത്തി, 19 എയർ സ്ട്രൈക്ക് നടത്തി, അങ്ങനെ വാണിംഗ് കൊടുത്തിരുന്നു. പക്ഷേ അവരെന്നിട്ടും അതിൽ നിന്ന് പാഠങ്ങൾ പഠിച്ചില്ല. ഇതിന് ആഭ്യന്തരമായിട്ട് നമ്മുടെ സമൂഹത്തിലും നമ്മുടെ ചർച്ചകളിലും നമ്മുടെ അക്കാഡമിക തലത്തിലും മാധ്യമ തലത്തിലും നടക്കുന്ന ചർച്ചകളൊക്കെ പാകിസ്ഥാനെ സപ്പോർട്ട് ചെയ്യുന്ന തരത്തിലാണ്. ഇപ്പോൾ തന്നെ എനിക്ക് വേദനയുണ്ടാക്കിയത്, ഈ യുദ്ധ സമയത്ത് രാജ്യം മുഴുവനും ഒറ്റക്കെട്ടായി നിന്നെങ്കിലും വെടിനിർത്തൽ കഴിഞ്ഞ് 1 മണിക്കൂറിനുള്ളിൽ തന്നെ ദേശീയ തലത്തിൽ മുഖ്യ പ്രതിപക്ഷ പാർട്ടിയും പ്രതിപക്ഷ നേതാവ് ഉൾപ്പെടെ ഉടൻ തന്നെ പാർലമെൻറ്റിൻ്റെ അടിയന്തര സമ്മേളനം വിളിച്ചു കൂട്ടണമെന്നും അതിൽ 3ാം കക്ഷിയുടെ ഇടപെടലുണ്ടായെന്നുള്ള ഒരു തെറ്റായ ധാരണ പരത്തുകയും ചെയ്തു. കാരണം അമേരിക്കയുമായിട്ട് ഭാരതം ഔദ്യോഗികമായ ചർച്ച നടത്തിയിട്ടില്ല. ഈ വെടിനിർത്തലിനൊരു കരാർ ഒപ്പുവെച്ചിട്ടില്ല. കാരണം നമ്മൾ സിംല കരാർ എന്ന് പറയുന്നത് മാത്രമല്ല, ഭാരതത്തിനെതിരെ വലിയ ആക്രമണത്തിന് പാകിസ്ഥാൻ തയ്യാറെടുക്കുന്നുവെന്ന് US പറഞ്ഞു. അതെ. അപ്പോൾ മോദി പറഞ്ഞത് നമുക്ക് അപ്പോൾ കാണാം, വിനാശകരമായ പ്രത്യാഘാതം നേരിടേണ്ടി വരും എന്നാണ്. അവിടെ അമേരിക്ക പറഞ്ഞിട്ടും മോദി അത് കേട്ടു നിൽക്കുകയായിരുന്നില്ല. വരട്ടെ, നമുക്ക് അപ്പോൾ കാണാം എന്ന് കൃത്യമായ മറുപടി കൊടുക്കുകയായിരുന്നു അമേരിക്കയ്ക്ക് പോലും. തീർച്ചയായിട്ടും. മാത്രമല്ല, നമ്മളിപ്പോൾ പാകിസ്ഥാൻ്റെ സോഷ്യൽ മീഡിയയും പാകിസ്ഥാൻ്റെ പാർലമെൻറ്റിൽ ഉൾപ്പെടെ പലപ്പോഴും കോട്ട് ചെയ്യപ്പെടുന്നത് ഭാരതത്തിൻ്റെ പ്രതിപക്ഷ നേതാക്കളെയാണ്. 5 ഇന്ത്യൻ ഫ്ലൈറ്റുകൾ, 5 യുദ്ധവിമാനങ്ങൾ തകർത്തതിന് തെളിവിന് അവിടുത്തെ മന്ത്രി പറഞ്ഞത് തന്നെ ഇവിടുത്തെ സോഷ്യൽ മീഡിയ എടുക്കാനാണ്. നമ്മുടെ ഇന്ത്യയുടെ സോഷ്യൽ മീഡിയയാണ്. അതായത് ആ തരത്തിൽ അവർ കോൺഫിഡൻ്റായിട്ട് പറയുകയാണ്. കാരണം രാജ്യത്തിനെതിരായ സന്ദേശമാണ് പോകുന്നത്. കാരണം ഇതുപോലെയുള്ളൊരു യുദ്ധ കാലഘട്ടത്തിൽ നമുക്കറിയാം, ഈ ഓപ്പറേഷൻ സിന്ദൂർ പൂർണ്ണമായിട്ടില്ല. ഇത് നമ്മളിപ്പോൾ ഒരു കരാറെന്ന് പറയുന്നത് മിലിറ്ററി ലെവലിൽ നടക്കുന്ന ചർച്ചകളല്ലാതെ ഗവൺമെൻറ് തലത്തിലോ നയതന്ത്ര തലത്തിലോ ഒരു കരാറോ ഉറപ്പോ ഉണ്ടായിട്ടുമില്ല. അപ്പോൾ ആ സാഹചര്യത്തിൽ ഇപ്പോൾ നമ്മൾ പാർലമെൻറ്റ് ചർച്ച ചെയ്യാനുള്ള വിഷയമല്ല ഇത്. പാർലമെൻറ്റ് ചർച്ച ചെയ്യുന്നത് പോളിസി തരത്തിലുള്ള കാര്യങ്ങളാണ്. ഇപ്പോൾ ഉദാഹരണത്തിന് 2019 തിരഞ്ഞെടുപ്പിൽ ഏറ്റവും കൂടുതൽ വിവാദമുണ്ടാക്കിയത് റാഫേൽ എന്നുള്ള ഒരു യുദ്ധവിമാനത്തെക്കുറിച്ച്, അതുപോലെ തന്നെയാണ് സർജിക്കൽ സ്ട്രൈക്കിൻ്റെ തെളിവെവിടെ എന്നാണ്. ഇപ്പോൾ നരേന്ദ്രമോദി സർക്കാർ കഴിഞ്ഞ 5 ദിവസമായിട്ട് നമ്മുടെ ഈ ഓപ്പറേഷൻ തുടങ്ങിയതിന് ശേഷം സേനയുടെ നേതൃത്വം തന്നെയാണ് തെളിവുകൾ. അത് കഴിഞ്ഞ ദിവസം 1.5 മണിക്കൂറും ഇന്നും ഏതാണ്ട് 1 മണിക്കൂറോളം ഉള്ള പത്രസമ്മേളനത്തിലൂടെ എല്ലാ തെളിവുകളും നിരത്തിയതിന് ശേഷമാണ് ഇന്ന് പ്രധാനമന്ത്രി രാജ്യത്തെ അഭിസംബോധന ചെയ്യുന്നത്. രാഷ്ട്രീയ നേതൃത്വം ഇതുവരെയായിട്ട് ഇത് ഡിഫെൻഡ് ചെയ്യാൻ
പരസ്യമായിട്ട് വന്നില്ല. കാരണം അത് സേനയാണ്, അത് ചെയ്യേണ്ട പരിപൂർണമായി അത് ജനങ്ങളുടെ ഇടയിൽ അവതരിപ്പിക്കേണ്ടത് സേനയാണ് എന്നുള്ള ഒരു പുതിയ ഒരു സംസ്കാരം കൂടെ കൊണ്ടുവരികയാണ്. അപ്പോൾ രാഷ്ട്രീയ നേതൃത്വത്തിന് പകരം എല്ലാ തെളിവുകളും നിരത്തി ഇനി ആരും ചോദിക്കില്ല തെളിവ് എവിടെയാണ്. എന്നാൽ ഭാരതത്തിൻ്റെ ശക്തിയെ അന്താരാഷ്ട്ര തലത്തിൽ ഉയർത്തി കാണിക്കുന്നതിന് പകരം ഭാരതത്തിൻ്റെ ദൗർബല്യത്തെ ചൂണ്ടിക്കാണിക്കുന്നതിന് വേണ്ടിയിട്ട്